കേരളത്തിൽ ആരോഗ്യ രംഗത്ത് ഇത്രയധികം പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചത്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ദേശീയ ആരോഗ്യ മിഷൻ, നാഷണൽ ഹെൽത്ത് മിഷൻ കേരളത്തിന് നൽകുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ ഓരോ കൊല്ലവും. ആ പണമെല്ലാം എടുത്ത് സ്വന്തക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രി അങ്ങനെ സൂചിക്കുകയായിരുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി 13,681 തൊഴിലവസരങ്ങളാണ് കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയത്. അതിലെല്ലാവരെയും തിരികെ കയറ്റിയത് CPM ആൾക്കാരെയാണ്. ഒരാളെ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ നിയമനങ്ങളും CPM ഓഫീസിൽ നിന്നാണ്. ഇനി അത് നടപ്പില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കേന്ദ്രം കൊടുക്കുന്ന പണത്തിന് അണപ്പായി തീർത്ത് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ ദില്ലിയിൽ കേന്ദ്രവിരുദ്ധ സമരവുമായി നട്ടാൽ മുളയ്ക്കാത്ത നുണകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളം പിണറായി വിജയന്റെ നുണപ്രചാരണങ്ങളെ തള്ളിക്കളയുകയാണ്. കേരളത്തിലെ സാധാരണക്കാർ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വാസം. പിണറായി വിജയന്റെ കപട വാഗ്ദാനങ്ങളിലല്ല. LDF വന്നാൽ എല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരെയും ശരിയാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ 8 കൊല്ലവും പിണറായി വിജയൻ പാവങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോദി എന്തെല്ലാമാണ് പറഞ്ഞത് അതെല്ലാം നടപ്പാക്കിയിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ്. പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല, നടപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ഇനി നടപ്പാക്കുമെന്ന് ഉറപ്പുള്ള ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് വിശ്വസിക്കുന്നത്. അതാണ് ഈ പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊഷ്മളമായ സ്വീകാര്യത തെളിയിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പദയാത്രയ്ക്കിവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.